രണ്ടാം ദിവസത്തെ പാരായണം വീണ്ടും തുടരുകയാണ്. ഓം ശ്രീകൃഷ്ണായ സ്തുതി വർദ്ധന ചെയ്യാം. സ്തുതി ഒരുമിച്ച് നായകനായ കൗശികൻ വിശ്വാമിത്രൻ ഒരുപാടും പ്രാപിച്ചിരുന്നത് കേട്ട നേരം മനസ്സിൽ നിറഞ്ഞോരോ പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമ സമന്വിതം പൂജാസാധനങ്ങളും എടുത്തു ഭക്തിയോടും ആചാര്യനോടും ശ്രീവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം കൊണ്ടു നിന്ന രാമലക്ഷ്മണന്മാരെ കാണായി ഉപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വരൻ നന്ദനന്മാരെ കണ്ടു ചോദിച്ചു. ഉപേന്ദ്രനും സന്ദർഭൻ കണ്ടു വന്ദിച്ചീടിന ജഗദേക സുന്ദരന്മാരാരെന്നു കേൾപ്പിക്കണം. നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായി വരുമ്പോൾ വിശ്വാമിത്രനും അത് കേട്ടരുൾ ചെയ്തിടിനാൽ വിശ്വസിച്ചാലും മമവാക്യം നീ നരപതി വീരനാം ദശരഥൻ തന്റെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ ലക്ഷ്മണൻ മൂന്നാമവൻ എന്നുടെ യാഗം രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടുപോകുന്നു കാലം താടകം മുക്ക നേരം വന്നൊരു നിശാചരിൽ താടക തന്നെ ഒരു ബാണം കൊണ്ടേതു കൊന്നാൽ പേടിയും തീർന്നു സിദ്ധാശ്രമം പൊക്കുയാഗമാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴി പോലെ ശ്രീപാദാംബുജ സൃഷ്ടി കൊണ്ടകല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയതിനാൽ പാരമേശ്വരമായ ചാപത്തെ കാണുവാൻ ഉള്ളിൽ പാരം ആഗ്രഹമുണ്ടെന്നത് കാട്ടിയിടേണം. ഇത്തരം വിശ്വാമിത്രൻ തന്റെ വാക്യം കേട്ടു സത്വനും ജനകനും പൂജിച്ചു വഴിപോലെ സർക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടുകൊടുക്കുന്നെങ്കിൽ പ്രീതി വർദ്ധിച്ചു. ജനകനും തന്റെ സജീവനെ വിളിച്ചു നിയോഗിച്ചാൽ ചെന്നി വരുത്തേണം ഈശ്വരനുടെ ചാപം എന്നത് കേട്ട് മന്ത്രിപ്രവരൻ നടകൊണ്ടാണ് നേരം ജനകനും കൗശികനോട് ചെന്നാൽ രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവലോചനൻ സുന്ദരൻ ദാശരഥി വിനിതം കുറച്ചുടൻ വലിച്ചു മുറിച്ചിയിടിൽ വല്ലഭൻ ഇവൻ മമ നന്ദനയ്ക്കെന്നു നൂനം എല്ലാം ഈശ്വരൻ എന്നെ ചൊല്ലാവതിരിക്കുമ്പോൾ പിന്നിക വരുത്തിയിടുകെന്നരുൾ ചെയ്തു മുനി കിങ്കരന്മാരെ നിയോഗിച്ചിതു മന്ത്രീന്ദ്രൻ പൂങ്കാലത്തോട് വന്നു ചാപവാഹകന്മാരും സത്വരം 5000 കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപം എടുത്തുകൊണ്ടുവന്നാൽ ഖണ്ഡാസഹസ്രമണി വസ്ത്രാഗ്യ വിഭൂഷിതം കണ്ടാലും ത്രയംബകമെന്നിതു മന്ത്രീന്ദ്രനും ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദം കൊണ്ടുവന്നിച്ചിടിനാൻ. വില്ലെടുക്കാമോ പിടിച്ചിടാമോ വിവരിക്കാമോ ചൊല്ലുകെന്നത് കേട്ട് ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാം ആകുന്നത് ചെയ്താലും മടിക്കേണ്ട കല്യാണം ഇതുമൂലം കൂടിയിടുമല്ലോ. മന്ദഹാസവും കൊണ്ട് രാഘവനത് കേട്ടു മന്ദമന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം ജ്വലിച്ച തേജസ്സോടും എടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ഉചിതശ്രമം നിന്നരുളുന്ന നേരം ഈ 7 ലോകങ്ങളും ഒന്നു മാറ്റുലി കൊണ്ട് വിസ്മയപ്പെട്ടു ജനം പാട്ടും ആട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോരോ കൂട്ടമേ വാക്യങ്ങളും മന്ദരസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം കൊണ്ട് ദേവദേവനെ സ്തുതിക്കുകയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടെ വിവാഹോത്സവാരംഭഘോഷം കണ്ടു കൗതുകം പൂണ്ട ജനകൻ ജഗൽ സ്വാമിയാകിയ ഭഗവാനെ ജലസംസതി ഗാഠാശ്ലേഷവും ചെയ്താനല്ലോ. പിടിവെട്ടിയിടും വണ്ണം വെൺമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുടെ ഗങ്ങളെ പോലെ മൈത്രിയുടെ പോലെ സന്തോഷം പൂണ്ടാൾ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും മൈഥിലി തന്നെ പരിചാരകന്മാരും നിജമാതാക്കന്മാരും കൂടി നന്നായി സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും ഒലിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാതരാൻ മുമ്പിൽ സാത്വീതയായി വന്നുടൻ നേത്രോൽപരമാല മാലയും ഇട്ടാടുന്നേ പിന്നാലെ വരണാർത്ഥമാലയും മാലയും ധരിച്ചു നീല കാന്തി തേടും ബാലകൻ ശ്രീരാമനുമേറ്റം വിളങ്ങിന ഭൂമിനന്ദനെ അനുരൂപനായി ശോഭിച്ചിടും ബാലൻ തന്നെ കണ്ടവർകളും ആനന്ദാമൃതി തന്നിൽ വീണുടൻ മുഴുകിനാർ മാനവവീരൻ വാഴ്ത്തുന്ന ശീം ചൊല്ലിയിടിനാർ. അന്നേരം വിശ്വാമിത്രൻ തന്നോട് ജനകനും വന്ദിച്ചു ചൊന്നാനിൽ കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചിടണം ദൂതന്മാരെ സത്വരം ദശരഥ ഭൂപനെ വരുത്തുവാൻ
ദേശങ്ങളുടെ ഭക്തി ചന്ദനം താനും ഇനി സന്ദേഹമില്ല ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. വസിഷ്ഠനും പത്നിയാം അരുന്ധതിതാനുമായി പുറപ്പെട്ടു. കൗതുകം പൂണ്ട് കൗസല്യാദികളായും കൂടി ഭരതശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവയോഗ്യ വാദ്യപുരമുഖം പൊക്കിതു ദശരഥൻ മിഥിലാദിപണ്ടാനം പിന്നെ വന്ദിച്ചു സദാനന്ദൻ തന്നോട് കൂടെ ചെന്നു വന്ദന വസിഷ്ഠനെ സൽക്കരിച്ചിരു യോഗ്യന്ദ്രൻ പിതാവിനെ സാമോദം വസിഷ്ഠനാചാര്യപാദാഭ്യവും തൊഴുതു മാതൃജനങ്ങളെയും യഥാകാലം തൊഴുതു ശ്രീരാമപാദാംബോധമനുജന്മാർ തൊഴുതു ഭരതനെ ലക്ഷ്മണകുമാരനും തൊഴുതു ശത്രുഘ്നനും ലക്ഷ്മണപാദാംബോധം പക്ഷത്തി ചേർത്ത് പുണർന്നിട്ടു ലക്ഷ്മണനെയും ഗാഠാശ്ലേഷവും ചെയ്തിടനാൻ ജനകൻ ദശരഥൻ തന്നുടെ കന്യകാമാരും എനിക്ക് കൊടുക്കാനായി 4 പുത്രന്മാർ ഭവാൻ തനിക്കുമുണ്ടല്ലോ താനും ആകയാൽ 4 കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാലേതുമേ മടിക്കേണ്ട. വസിഷ്ഠൻ താനും സദാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും 4 യഥാക്രമം ചിത്രമായിരിപ്പോരു മണ്ഡപമതും തീർത്തു. മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കി നാനാരത്നമണ്ഡിത സ്തംഭ തോരണങ്ങളും നാട്ടി. രത്നമണ്ഡിത സ്വർണപീഠവും വെച്ചു പറ്റിയ ശ്രീരാമപാദാംബോജം കഴിവിച്ചനന്തരം തേരിക്കുന്നു മുഖ്യവാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചുതൽ പുത്രിയാം വൈദേഹിയെ രാമന് നൽകിയിടിനാൻ ജനക മുനീന്ദ്രനും തൽപാദതീർത്ഥം നിജ ശിരസി ധരിച്ചുടയൻ ഉൾപ്പുളക അംഗത്തോടെ നിന്നിതു ജനകനും യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു. ഭൂദേശവിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ ഊർമിള തന്നെ വിട്ടു ലക്ഷ്മണകുമാരനും കാമ്യാംഗിമാരാം കീർത്തിയും മാണ്ഡവിയും ഭരതശത്രുഘ്നന്മാർ തന്നുടെ പത്നിമാരായി പരമാനന്ദം പൂണ്ടു വസിച്ചാരെല്ലാവരും. കൗശികാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനും പൊന്നം നാരദനരുൾ ചെയ്തു കേട്ടിരിപ്പു ഞാൻ എന്നുടെ മകളായി സീതാവൃത്താന്തമെല്ലാം യാഗഭൂദേശം വിശുദ്ധാർത്ഥ്യമായി ഉഴുതപ്പോൾ ഏകദാ സീതാമധ്യേ കാണായി കന്യാരത്നം ജാതയായി ഒരു ദിവ്യ കന്യക തനിക്കു ഞാൻ സീത എന്നൊരു നാമം വിളിച്ചാനത് മൂലം പുത്രിയായി വളർത്തു ഞാൻ ഇരിക്കും കാലത്തെങ്കിൽ അത്ര നായകനെന്ന് ഒരു ദിനം എന്നോട് മഹാമുനി താനരുൾ ചെയ്താനപ്പോൾ നിന്നുടെ മകളായ സീതാ വൃത്താന്തം കേൾനി. പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവാമജൻ ഭക്തവത്സലൻ നാഥൻ ദേവകാര്യാർത്ഥം പത്നി കണ്ട നിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരിഞ്ച രുദ്രാദികൾ അർത്ഥിക്കയാൽ ഭൂമിയിൽ സൂര്യന്നയെ വന്നവതരിച്ചിരു രാമനായി മായാമർത്തി വേഷം പൂണ്ടറിഞ്ഞാലും യോഗേശൻ മനുഷ്യനായിടുമ്പോൾ ഇതുകാലം യോഗമായ ദേവിയും മാനുഷവേഷത്തോടെ ജാതയായതു തവ ഭീഷ്മനി തൽക്കാരണാൽ സാദരം ശ്രീരാമനോ കൊടുക്കാമതിയാലേ. യുദ്ധം നാരദനരുളി ചെയ്ത് മറഞ്ഞൊരു പുത്രിയായി വളർത്തിതു ഭക്തി കൈക്കൊണ്ടു ഞാനും സീതയെ ശ്രീരാഘവൻ എങ്ങനെ കൊടുക്കാവോ ചേർത്ത് നിരൂപിച്ചാൽ എങ്ങനെ അറിയുന്നു എന്നൊരാർത്തിരിക്കുമ്പോഴൊന്ന് മനസ്സേ തോന്നി കനക വിഭൂഷണൻ തന്നനുഗ്രഹമായി സത്യ മൃത്യുശാസന ശാപം മുറിച്ചിടുന്ന പുമാൻ ഭർത്താവാകുന്നതുമൽ പുത്രിക്കെന്നൊരു പണം ചിത്തത്തിൽ നിരൂപിച്ചു വരുത്തി നൃപന്മാരെ ശക്തിയിൽ ഇതിനെന്ന് പൃഥ്വിപാലകന്മാരും ഉദ്ധത ഭാവമെല്ലാം അകലെ കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയങ്ങടങ്ങി കൊണ്ടാരല്ലോ അത്ഭുത പുരുഷനാം ഉൽപ്പല നേത്രം തന്നെ സത്പ്രസാദത്താൽ ഇന്ന് സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ ദർപ്പക സമന്മായ തിരുപുരുഷനെ നോക്കി പിൽപാട് തെളിഞ്ഞരുൾ ചെയ്തിരു ജനകനും. ആദ്യമേ സഫലമായി വന്ന മാനുഷ ജന്മം ഖദ്യോദായുധ സഹസ്രോദ്യത രൂപത്തോടും ഖദ്യോദാന്വയെ പിറന്നൊരു നിന്തിരുവടി വിദ്യുൽ സംയുതമായ ജീമോദമെന്ന പോലെ
സത്യാം ദേവിയോടും യുക്തമായി കാന്തമൂലം ഭക്തവത്സല മമ സിദ്ധിച്ചു മനോരഥം പങ്കജ ചരണാഗ്രേ സന്തതം മമ ഭക്തി സംഭവിക്കണം മുക്തിയും ലഭിക്കണം ത്വൽപാദാംബുജകളിതാംബു ബിന്ദുക്കൾ ധരിച്ചുൽപ്പലോത്ഭവൻ ജഗത്തൊക്കവേ സൃഷ്ടിക്കുന്നു ത്വൽപാദാംബുജകളിതാംബു ധാരണം കൊണ്ടു സർവഭൂഷണൻ ജഗത്തൊക്കെ സംഹരിക്കുന്നു ത്വൽപാദാംബുജകളിതാംബുധാരണം കൊണ്ടു സ്വൽപുമാൻ മഹാബലി സിദ്ധിച്ചാനേന്ദ്രം പദം ത്വൽപാദാംബുജ രജസ്പൃഷ്ടി കൊണ്ടകല്യയും കിൽബിഷത്തോട് വേറുപെട്ടു നിർമ്മലയായാൽ നെഞ്ചൊരുവടിയുടെ നാമകീർത്തനം കൊണ്ട് ബന്ധവും അകന്ന് മോക്ഷത്തെയും പ്രാപിക്കുന്നു സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കായി വരേണമേ പാദപങ്കജദ്വയം ഇത്തമോരെന്നെ ചൊല്ലി സ്തുതിച്ചു ജനകനും ഭക്തി കൈക്കൊണ്ടു കൊടുത്തിടനാൻ മഹാധനം കരികൾ 600,000 തേരും തുരകങ്ങളെയും നൽകിയിടനാൻ 100,000 1,00,000 വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും വിവിധമുത്തമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം 100 കോടി കാന്തരഭാരങ്ങളും സീതാദേവിക്ക് കൊടുത്തിടനാൻ ജനകനും പ്രീതി കൈക്കൊണ്ട് പരിഗ്രഹിച്ചു രാഘവനും വിജനന്തര പ്രമുഖന്മാരാമണികളെ വിധിപൂർവകം ഭക്ത്യ പൂജിച്ചു വണങ്ങിനാൻ സമ്മാനിച്ചു സുമിത്രാദി മന്ത്രികളെയും സമ്മോദം പൂണ്ട് ദശരഥനം പുറപ്പെട്ടു കൽമഷമകന്നൊരു ജനകനൃപേന്ദ്രൻ നന്ദൻ മകളായ സീത തന്നെയും ആശ്രയിച്ചു നിർമ്മലഗാത്രിയായ പുത്രിക്ക് പതിവ്രത ധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു വഴിപോലെ ചിന്മയൻ മായാമയനായ രാഘവൻ നിജ ധർമ്മധാരങ്ങളോടും കൂടവേ പുറപ്പെട്ടു ലങ്കാനക പേര് തൂര്യ ഘോഷങ്ങളോടും മൃദുനാഗങ്ങൾ തേടും വീണയും കുഴലുകൾ ശൃംഗകാഹളങ്ങളും മദ്ദളമിടയ്ക്കകൾ ശൃംഗാരരസപരിപൂർണ വേഷങ്ങളോടും ആനന്ദേർക്കുതിര കാലാളായ പടയോടും ആനന്ദമോടും പിതൃമാതാക്കളോടും കൗശികവധിഷ്ഠാദി താപസേന്ദ്രന്മാരായ ദേശികന്മാരോടും ഭൃത്യാമാത്യാദികളോടും വേഗമോടയോധ്യക്കാമാർ തിരിഞ്ഞപ്പോൾ ആകാശദേശ വിമാനങ്ങളും നിറഞ്ഞുതേ സന്നാഹത്തോട് നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്ന് യാത്രയയച്ചവരനന്തരം വെൺകറ്റക്കുടതഴ വെൺചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തുഴമാലവട്ടങ്ങളോടും ചെങ്കുടിക്കൂറകൾ കൊണ്ടങ്കിധ്വജങ്ങളും കുങ്കുമ മലയജ കസ്തൂരി ഗന്ധത്തോടും നടന്നു വിരവോടും 3 യോജന വഴി നടന്നു നിമിത്തങ്ങളെല്ലാം ജാനകി ജീവനസ്മരണം